പുഴയിലൊന്ന് മുങ്ങി നിവർന്നാൽ കൈനിറയെ പൊന്ന്. ചാലിയാർ പുഴയുടെ അടിത്തട്ടിലാണ് ഈ വിസ്മയം. പുഴയുടെ അടിയിൽ നിന്നും മുങ്ങിയെടുക്കുന്ന മണലിലാണ് സ്വർണ്ണത്തരികളുള്ളത്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. നിലമ്പൂരിനടുത്തുള്ള പോത്തുകല്ല് എന്ന സ്ഥലത്താണ് ചാലിയാറിൽ നിന്നും സ്വർണം മുങ്ങിയെടുക്കുന്ന ഈ ഗോത്ര സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങുന്ന സ്വർണം തേടിയുള്ള തിരച്ചിൽ വൈകിട്ട് വരെ തുടരും. ഭക്ഷണവും വെള്ളവും പാകം ചെയ്ത് അന്നത്തെ ദിവസം അവിടെ തന്നെ. കുട്ടികളും മുതിർന്നവരും പുഴയോരത്ത് ഷെഡ് കെട്ടിയാണ് താമസിക്കുന്നത്. പുഴയിൽ നിന്നും സ്വർണം അരിച്ചെടുത്ത് ജീവിക്കുന്ന നിരവധി പേരാണ് ഇവിടെയുള്ളത്. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പറഞ്ഞാൽ അതിനൊരു മരത്തിൻ്റെ ഒരു ഇതേപോലെ കണ്ടില്ലേ, ഒരു മരവി. ആ മരവി വെച്ചിട്ട് ഞങ്ങൾ കളച്ച് മണ്ണെടുത്തിട്ട് പിന്നെ പുഴയെ കൊണ്ടുപോയി കണ്ട് ആ കല്ലും മണ്ണൊക്കെ നീക്കം ചെയ്ത് പിന്നെ ഏറ്റവും അടിവാസത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ പൊടിതരികൾ കാണും. അതാണ് ഈ സ്വർണ്ണമായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ഒരു ദിവസം എത്ര കിട്ടും? അങ്ങനെ എന്തെങ്കിലും? ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അളവ് തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം ഞങ്ങൾ 4-5 ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഈ തട്ടമരത്ത് കൊണ്ട് തൂക്കാറ്. അപ്പോൾ ഞങ്ങൾക്കൊരു 1000-1200 വെച്ച്. ഈ 1200 കിട്ടണമെങ്കിൽ എത്ര ദിവസം നയിക്കണം? അത് ഒരാഴ്ച വരെ നയിക്കണം. പിന്നെ ഈ സാധനം ഉള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. എന്തോ 2-3 ദിവസം കൊണ്ടൊക്കെ തൂക്കിയാൽ 10,000-2000 രൂപയൊക്കെ കിട്ടും. ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച, ചിലപ്പോൾ ഒരാഴ്ചൻ്റെ കവിഞ്ഞൊക്കെ പോകും. അല്ലാതെ പട്ടച്ചെലവിന് കിട്ടാൻ വേണ്ടി. ആ പട്ടച്ചെലവ് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്ന് കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ കടം മേടിച്ച് ഇതാക്കുമ്പോൾ ഒരാഴ്ചക്ക് കൊടുത്താലും തീരാത്ത ചിലപ്പോൾ പറ്റായിരിക്കും, ചിലപ്പോൾ കിട്ടാതെ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ പൊതുവെ കൂലിപ്പണി കുറവാണ് ഈ വേനൽക്കാലം ആയതുകൊണ്ട്. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇവിടെ കുറച്ച് പണിയൊക്കെ കിട്ടും. ഇവിടെ തന്നെ ഷെഡ് കിട്ടിയാണോ ഞങ്ങൾ താമസിക്കുന്നത്? ആ, ഞങ്ങൾ കുറച്ച് ഒരു 6 ടീമൊക്കെ ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു താമസം, വെള്ളത്തിന് പ്രശ്നമായതുകൊണ്ട്. ചില ദിവസങ്ങളിൽ 200 മില്ലി വരെ കിട്ടുമെന്ന് പറയുന്നു. 200 മില്ലി ലഭിച്ചാൽ കിട്ടുക 800 രൂപയാണ്. എന്നാൽ 200 രൂപ പോലും കിട്ടാത്ത ദിവസങ്ങളും കടന്നു പോകാറുണ്ട്. എങ്കിലും അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ ജീവിതങ്ങളെ നമുക്കിവിടെ കാണാം. അന്നന്നത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താനാണ് ഈ പൊരിവെയിലത്തും ഇവർ ഈ സ്വർണം തേടി അരിപ്പ് തുടരുന്നത്. ഇവരുടെ ജീവിതവും ഇത് തന്നെയാണ്. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.